നമസ്കാരം. ഇപ്പോൾ ഈ മുനമ്പം വിഷയത്തിൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. വളരെ പ്രാധാന്യത്തോടെയുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം മാത്രം കളിക്കുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെയും CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ചീഞ്ഞുനാറിയ ശ്രമങ്ങൾക്കേറ്റ ശക്തമായ നിയമപരമായ തിരിച്ചടി എന്നാണ് ഇതിനെ പൊതുവെ വിലയിരുത്തുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ക്രിസ്തീയ സംഘടനയായ കാസ അവരുടൻ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിന്റെ വിശദാംശങ്ങളൊന്നും നോക്കാം. ഇങ്ങനെയാണ് കാസ പറയുന്നത്: നിങ്ങൾ എന്നെ മണ്ടനാക്കി അഥവാ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ എന്ന നാടകം ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാസയുടെ പോസ്റ്റ് ആരംഭിക്കുന്നു. കോൺഗ്രസ് ഉണ്ടാക്കി വെള്ളിത്തളികയിൽ വെച്ചുകൊടുത്ത വഖഫ് നിയമം നിലനിൽക്കെ സംസ്ഥാന സർക്കാരിനോ ഹൈക്കോടതിക്കോ ആ നിയമങ്ങളെ മറികടന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നിരിക്കെ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ എന്നത് മുനമ്പത്ത് സമരം ചെയ്യുന്ന പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളെ വിഡ്ഢികളാക്കാനുള്ള ഒരു താൽക്കാലിക ഏർപ്പാട് മാത്രമായിരുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപനത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ക്രിസ്ത്യൻ സമുദായത്തിലെ ചില വെള്ളയടിച്ച കുഴിമാടങ്ങളും കൂടി ലക്ഷ്യം വെച്ചത്. ഒന്ന്, സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു. 3 മാസത്തിനുള്ളിൽ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. അതിനാണ് തീരുമാനം. ആയതിനാൽ ഇനി നിങ്ങൾ സമരം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പം വേളാങ്കണ്ണി മാതാപ്പള്ളി കോമ്പൗണ്ടിനുള്ളിൽ നടത്തിവരുന്ന സത്യഗ്രഹം അവസാനിപ്പിച്ച് സമരപ്പന്തൽ പൊളിച്ചു മാറ്റുക. 2, കമ്മീഷന്റെ കാലാവധിക്കുള്ളിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ പാസാക്കുന്നതോടെ മുനമ്പം വിഷയത്തിൽ നിന്നും ഇലയ്ക്കുമുള്ളിനും കേടില്ലാതെ സംസ്ഥാന സർക്കാരിന് തടിയൂരുക. നിങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു, പക്ഷെ നിയമ ഭേദഗതി വന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ആവുകയില്ല എന്ന് മതമൗലികവാദികൾക്ക് മുന്നിൽ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുകയും ഒപ്പം തങ്ങൾ മുനമ്പം ജനതയ്ക്കൊപ്പം നിന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക. കൃത്യമാണ് കാസയുടെ നിരീക്ഷണം. കമ്മീഷനെ നിയമിച്ചു, അതുകൊണ്ട് ഇനി സമരം അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് രാഷ്ട്രീയ പാർട്ടികളും വെള്ളയടിച്ച കുഴിമാടങ്ങളും ഒന്നിച്ചെടുത്തിട്ടും അതിന് വഴങ്ങാതെ മുനമ്പം ജനത സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോയി. ഒപ്പം വഖഫ് നിയമ ഭേദഗതി JPCക്ക് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുമെന്നും നിയമം ഭേദഗതി പാസാക്കാൻ ഇത്രയും കാലതാമസം എടുക്കുമെന്നും സംസ്ഥാന സർക്കാർ കരുതിയില്ല. അങ്ങനെ അതും തിരിച്ചടിയായി. മുനമ്പം ജനതയുടെ വിഷയം ശാശ്വതമായി പരിഹരിക്കുവാൻ നിയമ ഭേദഗതി അല്ലാതെ മറ്റൊന്നിനും സാധിക്കയില്ല എന്ന് ഹൈക്കോടതി വരെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. സ്വന്തം ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യേണ്ടത് പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് നിങ്ങൾ തയ്യാറാവുമോ ഇല്ലയോ എന്നാണ് ഇനി കേരള ജനതയ്ക്ക് പറയാനുള്ളത്, അറിയാനുള്ളത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് കാസ ഇത് അവസാനിപ്പിക്കുന്നു. ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും കള്ളക്കളി, ഇതിനിടയിലൂടെ എല്ലിനിടയിൽ തിരികെ വെച്ച് അത് തോണ്ടിയെടുക്കുന്ന വൃത്തികെട്ട നടപടിയാണ് ഇപ്പോൾ നിയമപരമായി ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. കമ്മീഷനെ വെച്ചു, ഇനി സമരം നിർത്തിക്കോളൂ. മാത്രമല്ല തങ്ങൾ ഈ ജനതയ്ക്കൊപ്പമാണ്, പക്ഷെ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊപ്പമല്ലാതെ മാറേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോയി മക്കളെ എന്ന് പറഞ്ഞ് കൈ കഴുകാനുള്ള ഈ ചീഞ്ഞുനാറിയ കോൺഗ്രസിന്റെയും UDF-ന്റെയും അതിലും ചീഞ്ഞുനാറിയ ഇടതുപക്ഷത്തിന്റെയും വൃത്തികെട്ട വികലമായ കുതന്ത്രമാണ് ഇവിടെ ഇപ്പോൾ അടിഞ്ഞടിഞ്ഞില്ലാതായത്. അതിന്റെ ബാക്കി ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ ഫോളോ അപ്പും ബുള്ളറ്റിനുകളും ഒക്കെ തന്നെ തത്വമൈ ന്യൂസിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നൽകാം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.